ദില്ലിയിൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടനം. ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അതിനിടെ മുഖ്യ സൂത്രധാരൻ അസഫർ അഹമ്മദ് റത്തോർ അഫ്ഗാനിലുണ്ടെന്നാണ് നിഗമനം. രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച വലിയ സ്ഫോടനത്തിനാണ് വൈറ്റ് കോളർ മൊഡ്യൂൾ എന്ന പേരിൽ അറിയപ്പെട്ട ഭീകരവാദികളായ ഡോക്ടർമാരുടെ സംഘം പദ്ധതിയിട്ടത്. റിപ്പബ്ലിക് ദിന പരേഡ് ലക്ഷ്യമാക്കി നിരവധി ആക്രമണ പരമ്പരകളാണ് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ദില്ലി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പദ്ധതിയെടുത്തത്. ഫരീദാബാദിൽ നിന്ന് ഡോക്ടർമാർ അറസ്റ്റിലായതോടെയാണ് ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞത്. ആദിൽ മുഹമ്മദ്, ഷഹീൻ സയ്യിദ് എന്നീ ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ ഉമർ നബിയിലേക്ക് എത്തിയത്. ഷഹീൻ സയ്യിദാണ് ആക്രമണത്തിന് കൂടുതൽ നിർദ്ദേശങ്ങളും പദ്ധതികളും ഒരുക്കിയത്. ലഷ്കർ ഇ തൊയ്ബയുമായി ഷഹീന് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്ഫോടനത്തിന് സഹായം നൽകിയ നിരവധി ആളുകളെ ഇനിയും പിടികൂടാനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദില്ലി, ഹരിയാന, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ തുടരുന്നത്. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ ഡോക്ടർ മുസഫർ അഹമ്മദ് നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്നാണ് വിവരം. പദ്ധതികൾ ആസൂത്രണം ചെയ്ത ശേഷം ഓഗസ്റ്റ് അവസാനത്തോടെ ഇയാൾ രാജ്യം വിട്ടുവെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ചാവേറായി മാറിയ ഉമർ നബി, നിലവിൽ അറസ്റ്റിലായ അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർ മുസമ്മൽ ഷെയ്ഖ് എന്നിവർ മുസഫറിനൊപ്പം തുർക്കി സന്ദർശിച്ചിരുന്നു. ഇവിടെ വെച്ച ഭീകരവാദ സംഘടനയുടെ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കൈരളി ന്യൂസ്, ദില്ലി.